ഞാനിപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നത്തെ യാത്രയില്ലേ, നമ്മൾ പോകുന്നത് ഡൽഹിയിലോട്ടാണ്. പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മംഗളയിലാണ്. അതായത് കൊയിലാണ്ടി നിർത്തുന്ന ഒരേ ഒരു സൂപ്പർ ഫാസ്റ്റാണ് മംഗള. എല്ലാ ദിവസവും നിസാമുദ്ദീനിലേക്ക്, അതായത് ഹസ്രത്ത് നിസാമുദ്ദീനിലോട്ട് ഡൽഹിയിലോട്ട് പോകുന്ന ഒരേ ഒരു ട്രെയിനാണ് മംഗള എക്സ്പ്രസ് എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒരു ഡൽഹിക്ക് പോകാൻ വേറെ ഒരു ട്രെയിനും ഇല്ല. പിന്നെ സമ്പർക്രാന്തി ആഴ്ചയിൽ 2 ദിവസം അതിവിടെ സ്റ്റോപ്പുണ്ട്. ഇപ്പം നമ്മൾ ട്രെയിനിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് കൊണ്ട് ട്രെയിൻ ഇവിടെ എത്തും. അതാ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, അനൗൺസ്മെൻറ്റ്. അപ്പോൾ അതിലെ കാഴ്ചകളൊക്കെയാണ്. നമ്മളൊരു 2 ഭാഗമായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ കാഴ്ചകളൊക്കെയാണെന്ന്. ഞാൻ എൻ്റെ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ഞാൻ എറണാകുളം പോയിട്ട് കയറണം എന്നൊക്കെ വിചാരിക്കുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പം ബുക്ക് ചെയ്ത് എറണാകുളം തൊട്ടായിരുന്നു, പക്ഷേ ഞാൻ ബോർഡിങ് കൊയിലാണ്ടി കൊടുത്തു. നമുക്ക് ഡൽഹി വരെ ഒരു വലിയ യാത്രയാണ്. നമ്മൾ 2 ദിവസം ഇനി ഫുൾ ട്രെയിനിലാണ്. മംഗളയിൽ നമ്മൾ നാസിക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ ടു എൻഡ് മീൻസ് ഇവിടുന്ന് ഡൽഹി വരെ യാത്ര ചെയ്തിട്ടില്ല. അപ്പം ഡൽഹിക്കാണ് പോകുന്നത്. കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളെ ഇപ്പം മംഗലാപുരം എത്താറായിട്ടോ. എനിക്ക് ഇന്നലെ ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ചു നേരം ഞാൻ കിടന്നുറങ്ങിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ വടകര, തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇവിടെ എത്തുന്നത്. ഇന്ന് ഉറങ്ങിയാൽ ശരിയാവും. ഇന്നലെ ഉറക്കം ശരിയല്ല. പിന്നെ ഇന്ന് പകലും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എല്ലാം കൂടെ എന്തോ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം കിടന്നങ്ങ് ഉറങ്ങിയതാണ് കുറച്ചു നേരം. ഞാനിപ്പോൾ മംഗലാപുരം എത്തി. ഇപ്പോഴാണ് എണീറ്റത്. ഇനി ഒന്നുകൂടി രാത്രിയും കൂടി ഞാൻ കിടന്നുറങ്ങി അങ്ങ് ശരിയാവും. നമ്മളെ ട്രെയിനെ ഇപ്പം പോകുന്നത് മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനിലോട്ടാണ്. സെൻട്രലിൽ പോകില്ല ഈ ട്രെയിൻ. ലോങ് പോകുന്ന ട്രെയിനൊക്കെ ജംഗ്ഷൻ വഴി അങ്ങ് പോകും. മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷൻ എത്തിയിട്ടോ. മംഗലൂരു ജംഗ്ഷൻ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ആളുകൾ കയറാണ്ട് തോന്നുന്നു. നമ്മുടെ കോച്ച് വരുന്നത് ഫ്രണ്ടിലാണ്. അപ്പം എല്ലാ സ്റ്റേഷനിലും നല്ലപോലെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടാണ് നിർത്തുക. ഇവിടുന്ന് ഇനി ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ട്രെയിനിന് ഇവിടുന്ന് ക്ലീനൊക്കെ ചെയ്ത് ഇവിടെ സമയമുണ്ട്. ശരിക്കും ഇപ്പം നമ്മളിവിടെ ബിഫോർ ടൈം എത്തിയത്. കഴിഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ 35 മിനിറ്റോളം ലേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം അത് ബിഫോർ ടൈം. എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ട്രെയിൻ ഇവിടെ നിർത്തട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ഇവിടുന്ന് കണ്ടോ, നമ്മുടെ ട്രെയിന് മൊത്തം അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോക്കോ പൈലറ്റുമാരാണ്, അവർ മാറി. ഇവിടുന്ന് ലോക്കോ ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ ക്ലീനിങ് ഉണ്ട്, ഒക്കെ ഉണ്ട്. നമ്മുടെ കോച്ച് കണ്ടോ, A2 ആണ് കേട്ടോ വരുന്നത്. സെക്കൻഡ് AC ആണ് യാത്ര ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എന്താണ് ആ ഒരു ഇവിടെ ബിഫോർ ടൈം എന്തുകൊണ്ട് വന്നു അത്ര ലേറ്റ് ആയിട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, കാസർഗോഡ് 8:09 എത്തേണ്ട ട്രെയിൻ എത്തിയത് 8:41. ഏകദേശം 35 മിനിറ്റോളം ലേറ്റ് ആയിട്ടാണ്. പക്ഷേ നമ്മളിവിടെ മംഗളൂർ ജംഗ്ഷനിൽ 9:25 എത്തേണ്ട ട്രെയിൻ 9:18 എത്തി. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ, കാസർഗോഡ് നിന്ന് മംഗലാപുരം ജംഗ്ഷനിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 47 കിലോമീറ്റർ ആണ്.
പക്ഷേ ഈ ഒരു 47 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈം നിങ്ങൾ നോക്ക്, 8:09, 9:25, ഏകദേശം 1.25 മണിക്കൂർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അത്ര വേണ്ട. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിനാണ് സ്ലാക്ക് ടൈം എന്ന് പറയുക. ശരിക്കും വേണ്ട ടൈമിനേക്കാളും ഇരട്ടി സമയം കൊടുത്തിടും. അപ്പോൾ എന്ത് ചെയ്യും, ട്രെയിൻ അവിടെ ലേറ്റ് ആയാലും ഇവിടെ ബിഫോർ ടൈം. അതാണ് അങ്ങനെ കൊങ്കണിലൂടെ പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും ഇഷ്ടംപോലെ സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അതാണ് സംഭവം. നമ്മുടെ കോച്ച് 2024 മെയ്ഡാണ് കേട്ടോ. അതെങ്ങനെയാണ് മനസ്സിലായെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കോച്ചിന്റെ നിങ്ങൾ ഇനി ട്രെയിനിൽ നോക്കുമ്പോൾ ഈ കോച്ചിന്റെ ആദ്യത്തെ 2 നമ്പർ നോക്കിയാൽ മതി. അതായിരിക്കും അത് ഉണ്ടാക്കിയ വർഷം എന്ന് പറയുന്നത്. കണ്ടോ, 2024 മെയ്ഡാണ്. ഇവിടുന്ന് ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് 9:30 ട്രെയിൻ എടുക്കുള്ളൂ. അവിടെ ഇതാ ബോർഡുണ്ട് ദൂരെയായിട്ട്, മംഗളൂരു ജംഗ്ഷൻ. അവിടെ ലൈറ്റിൻ്റെതാണ് ആ ഒരു വരുന്നത്. മൊത്തം ക്ലീനിങ് ആണ് കണ്ടോ. ഇപ്പം ട്രെയിനൊക്കെ ഇങ്ങനെ നല്ല പോലെ അവർ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. അവിടെയൊക്കെ കണ്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തായാലും നല്ല ക്ഷീണമുണ്ട്. അപ്പം നമുക്ക് ഇന്നിപ്പോൾ കിടന്നുറങ്ങിയിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കിട്ടിയാൽ റെഡിയാവും. അപ്പോൾ നാളെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മൾ രത്നഗിരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ചിപ്ലിനൊക്കെ എത്താറായിട്ടുണ്ടാവും. ആ സമയം തൊട്ട് നമുക്ക് നല്ല ഉഷാറായിട്ട് കാണാം. വല്ലാത്ത ക്ഷീണപ്പോഴും ഉണ്ട്. നമ്മൾ ഉറങ്ങിയാലേ ശരിയാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്രയും മിസ്സായി പോയത്. അവിടുന്ന് കയറി ജസ്റ്റ് ഒന്ന് കിടന്നതാണ്. അപ്പോൾ വടകര കുറച്ച് നമ്മൾ സ്ഥിരം പോകുന്ന സ്റ്റേഷനൊക്കെയാണ് മിസ്സായത്. കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നാളെ തൊട്ട് നമുക്ക് ഉഷാറായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇപ്പോൾ ദാ രത്നഗിരി എത്തിയിട്ടോ. ഒരു 20 മിനിറ്റ് ലേറ്റ് ഉണ്ട് വണ്ടി. വലിയ ലേറ്റ് ഒന്നുമില്ല. ഇന്നലെ നല്ലപോലെ ഉറങ്ങി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അതാ പറ്റിയത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ചിപ്ലിനാണ്. ഇനിയിപ്പോൾ അങ്ങനെ പോകും. ഇവിടുന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. രാവിലെ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്ന്. ആ നമ്മളെ ട്രെയിൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അതുപോലെ പഴമുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു പേരക്ക വാങ്ങിച്ചു കഴിക്കാൻ. കത്തിയ റേറ്റ് 60 രൂപ ഒരു പേരക്കയ്ക്ക്. അപ്പോൾ ഇത് കഴിക്കാം രാവിലെ. വണ്ടി ഇപ്പോൾ ഇവിടുന്ന് എടുക്കും. ഇവിടെ അധിക നേരം ഒന്നും സ്റ്റോപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ കിടക്കുന്ന ഒരു ലോക്കോമോട്ടീവ് കണ്ടോ, അത് ഇന്ത്യ റെയിൽവേയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോക്കോമോട്ടീവാണ്. അതാ കിടക്കുന്നു കണ്ടോ. അങ്ങനെ രത്നഗിരിയിൽ നിന്നും നമ്മൾ ട്രെയിൻ എടുത്തു. ഇതൊക്കെ ഈ ട്രാക്കിൽ മെറ്റലൊക്കെ മാറ്റുന്ന മെഷീനസ് ആണ്. ശരിക്കുമില്ല, ഈ ഒരു കൊങ്കൺ റൂട്ട് എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്.
ബ്രിട്ടീഷുകാർ വരെ അവരെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോയൊരു പ്രൊജക്റ്റാണിത്. അതിനുശേഷം ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിലാണ് ഈ കാണുന്ന പോലെ നിരവധി തുരങ്കങ്ങളൊക്കെ, ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഒന്നും ഇല്ലാത്ത സമയത്താണ് അവർ ഇത്രയും തുരങ്കങ്ങളും പാലങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ റൂട്ട് ഉണ്ടാക്കിയെടുത്തത്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര ടൈം വളഞ്ഞു ചുറ്റി പോകേണ്ടി വരും എന്നറിയോ? ഇതുപോലെയുള്ള എത്ര തുരങ്കങ്ങളുണ്ട്, അതും കിലോമീറ്ററുകൾ നീളമുള്ള തുരങ്കങ്ങളാണ്. ആ സമയത്ത് നമ്മൾ ഇന്നത്തെ കാലത്ത് അതിനുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഉള്ള സമയമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ശരിക്കും ഒരു ഇച്ഛാശക്തി തന്നെ ഉണ്ടായതാണ് ശരിക്കും ഈ ഒരു കൊങ്കൺ റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു കൊങ്കൺ റൂട്ടിലൂടെ ഓടുന്ന ട്രെയിനുകൾക്കില്ലേ, നോർമൽ ട്രെയിൻ ടിക്കറ്റിനേക്കാളും പൈസ കൂടുതലാണ്. അതായത് ഈ ഒരു കൊങ്കൺ റെയിൽപാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവ് നമ്മളെടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതായത് നമ്മൾ പോകുന്ന കിലോമീറ്ററിന് വേറെ റൂട്ടിൽ പോകുന്ന ട്രെയിനിൻ്റെ പൈസേനേക്കാളും കൂടുതലാണ് ഈ റൂട്ടിൽ നമ്മളെടുത്ത് വാങ്ങിക്കുന്നത്. നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു കൊങ്കൺ റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. നമ്മുടെ മൊത്തം രാജ്യത്തെ തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും ഭംഗിയുള്ള ട്രെയിൻ റൂട്ടുകളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു കൊങ്കൺ റൂട്ട്. നല്ല ഭംഗിയാണ് നമുക്ക് യാത്ര ചെയ്യാൻ, ഒരുപാട് കാഴ്ചകൾ, ഇതേപോലെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് കാരണം അത്രയും പാലങ്ങളും തുരങ്കങ്ങളും ഒക്കെ ഉള്ളൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഈ ഒരു കൊങ്കൺ റൂട്ടിലെ ചെറിയ ചെറിയ കുറേ സ്റ്റേഷനുകളാണ്. ഇവിടെ നിന്നൊന്നും ശരിക്കും ആളിറങ്ങാനോ കയറാനോ ഉണ്ടായിട്ടല്ല ഈ സ്റ്റേഷനിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ക്രോസിങ് വരും. കാരണം സിംഗിൾ ട്രാക്ക് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിനുകളൊക്കെ ഈ ഒരൊറ്റ ട്രാക്ക് കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു എക്സ്ട്രാ ട്രാക്ക് ഉണ്ടാക്കിയിടും. അപ്പം ഏത് ട്രെയിനാണോ ആദ്യം എത്തുന്നത് അത് ആ ട്രാക്കിലോട്ട് മാറ്റിയിടും. അപ്പം പിന്നെ വരുന്ന ട്രെയിൻ കടന്നു പോയ ശേഷമാണ് അങ്ങോട്ടേക്കുള്ള ട്രെയിൻ പോകുക. അതാണ് ക്രോസിംഗ് എന്ന് പറയുക. അതുപോലെയുള്ള ഇഷ്ടംപോലെ ട്രെയിനുകൾ ഒരേ സമയം പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ സ്റ്റേഷനുകൾ. നമ്മളിപ്പോൾ കഴിഞ്ഞ സ്റ്റേഷൻ അതിനും പറ്റൂല, കാരണം അവിടെ എക്സ്ട്രാ ട്രാക്ക് പോലും ഇല്ല. അപ്പം ഞാൻ പേരൊക്കെ കഴിച്ചതാണ്. ഇനി നമുക്ക് പനവേലെത്തുന്ന സമയത്ത് നല്ല നാടൻ മീൻകറി ഊണ് കിട്ടും. നമ്മൾ ഒരിക്കലും ഒരു യാത്രയിലത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. നല്ല സാധനമാണ്, മലയാളികൾ തന്നെയാണ്. അപ്പോൾ മലയാളി ഉണ്ടാക്കിയിട്ട് അവിടെ നമുക്കത് കിട്ടും. നമുക്ക് നേരത്തെ വിളിച്ചു പറയാൻ പറ്റും. പക്ഷെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ സ്റ്റേഷനിൽ ഉണ്ടാവും. നമ്മളൊരു 12:30-12:45 ആകുമ്പോഴാണ് എത്തുക. കുറച്ച് ലേറ്റൊക്കെ ആകുമ്പോൾ 1 മണിക്ക് അവിടെ എത്തുക. കറക്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്തിന് എത്തും. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ നാടൻ ഭക്ഷണം നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അത് വാങ്ങിക്കാം എന്തായാലും നമുക്ക്. കയറി ഞാൻ അതോട്ട് പോട്ടെ. അപ്പം ഞാനിത് അവിടെ നമ്മുടെ സീറ്റിൽ വന്നിരുന്നതാണ്. കുറച്ച് നേരം ഇവിടെ കിടക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഒരു കടാവായി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ ട്രെയിൻ പോയി. ഞാൻ എടുക്കാനായിരുന്നു വന്നത്, പക്ഷേ പെട്ടെന്ന് തന്നെ ട്രെയിൻ പോയി. ഇവിടുന്ന് വീണ്ടും എടുത്തു. ഈ കൊങ്കണിലെ ഇത് സിംഗിൾ ട്രാക്ക് ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് നിർത്തും. ഇതൊരു ചെറിയ സ്റ്റേഷനാണ്, ഒക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻ, ഒരു സൈഡേ ഉണ്ടാവുള്ളൂ. അങ്ങനെ സ്റ്റേഷൻ കാണിച്ചു തരാം. കണ്ടോ, കടാവായി. അതൊന്നും മറാഠിയില്ല കേട്ടോ എഴുതിയത്, രണ്ടും ഹിന്ദി പോലെ തോന്നില്ലേ, ഒന്നും മറാഠിയാ. ഒക്കെ നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു താഴെയായിട്ട് വരുന്ന സ്റ്റേഷൻസ് ആയതുകൊണ്ട് ഫുൾ മലകളുടെ ഒക്കെ ഇതില്ല. ഇവിടെ നിന്ന് എടുത്തു.
ഇവിടെ കണ്ടോ ഇപ്പോൾ എല്ലാ സ്റ്റേഷനിലും ചെറിയ ചെറിയ സ്റ്റേഷനിൽ വരെ CCTV ഉണ്ട്. കടാവായി അങ്ങനെ അവിടെ നിന്നും ട്രെയിൻ എടുത്തു. നമുക്ക് മൺസൂൺ സമയത്തൊക്കെ ഈ ഒരു കൊങ്കണിലെ കാഴ്ചകളൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു ട്രെയിനാണ് മംഗള. അപ്പോൾ മൺസൂണിൽ ടൈം മാറും. നമ്മൾ വൈകുന്നേരം 5:30 കയറിയത്. ആ സമയത്ത് 3 മണി ആ സമയം എന്തോ ടൈം മൊത്തം ഈ കൊങ്കൺ വഴി പോകുന്ന ട്രെയിനിലൊക്കെ ഷെഡ്യൂള് മൺസൂൺ സമയത്ത് മാറും. മൺസൂൺ ടൈം ടേബിൾ വേറെയാണ്, അല്ലാത്തപ്പോൾ വേറെയാണ്. കാരണം ഈ മണ്ണിടിച്ചിൽ അതും ഇതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ചുകൂടി സ്ലാക്ക് ടൈം കൂട്ടിയിടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൊങ്കൺ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ട്രെയിനായിരുന്നു. നമ്മളെ അപ്പോൾ ഇതാ പനവേൽ എത്താറായിട്ടോ. നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം പനവേൽ കിട്ടും ഇതാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ നമ്പർ ഉണ്ട്, ഞാൻ വിളിച്ചോ നോക്കിയിട്ടില്ല. അവിടെ ഉണ്ടാവും സാധാരണ മീൻകറി ഊണും. ഇതാണ് നമ്മുടെ നല്ല നാടൻ മീൻകറിയും ചോറും ഒക്കെ കിട്ടും. ഒരു 4-5 മിനിറ്റോട് നമ്മൾ പനവേൽ സ്റ്റേഷനിലോട്ട് എത്തും. സമയം 12:30 ലേറ്റ് 10 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. പനവേൽ ടൗണാണ് കേട്ടോ. അതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളാണ്. നല്ല പൊടിക്കാറ്റടിച്ചിട്ട് ചെടിയിലൊക്കെ കണ്ടോ പൊടിയാണ്. ഇപ്പം നമ്മൾ കൊങ്കൺ റൂട്ടൊക്കെ കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ടേക്ക് വന്നു. അതായത് റോഹ വരെയാണ് കൊങ്കൺ വരുന്നത്. ഏകദേശം ഉടുപ്പി മുതൽ റോഹ വരെയാണ് കൊങ്കൺ റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം ഇവിടെ സിംഗിൾ ട്രാക്ക് മാറിയിട്ട് ഡബിൾ ട്രാക്കൊക്കെ ആയി. ഇവിടെ ഇപ്പം പനവേലിൻ്റെ ഔട്ടറെത്തിയപ്പം വണ്ടി ഒന്ന് സ്ലോ ആയി. ചിലപ്പം നിർത്തുമെന്നറിയില്ല. അവിടെ സ്റ്റേഷനിൽ സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പം ട്രെയിൻ ഇവിടെ നിർത്തിയിടും. ഇവിടുന്നേ ഈ ഭക്ഷണം വിൽക്കുന്ന ആൾക്കാരില്ലേ, അത് നമുക്ക് ട്രാക്കിൽ ഇവിടുന്നേ നിൽക്കുന്ന കാണാൻ പറ്റും. ഇവിടുന്നേ ചാടി കയറാൻ വേണ്ടിയിട്ടേ. മെട്രോ ആണ് തോന്നുന്നു മുകളിൽ കൂടെ ഉള്ളത്. അല്ല വേറെ ട്രെയിൻ ട്രാക്കാണോ അറിയില്ല. ഞാൻ കാണിച്ചു തരാം. എന്തോ ഒരു ട്രാക്ക് പോകുന്നുണ്ടോ, ഏതാണെന്നറിയില്ല. അവിടെ കണ്ടോ മുകളിൽ കൂടെ ഒരു ട്രാക്ക് പോകുന്നു. എന്തോ പണി നടക്കും അതിൻ്റെ. മെട്രോ അങ്ങനെ ആയിരിക്കണം. കണ്ടോ പണി നടക്കുന്നുണ്ട്. ഇല്ല സ്റ്റേഷനിലേക്ക് തന്നെ പോവാം. ഇതൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട്. അവിടെ ആ സൈഡൊക്കെ ഇഷ്ടംപോലെ ബിൽഡിങ്ങുകളുണ്ട്. അവിടെയൊക്കെ അവരുടെയൊക്കെ ഒരു സ്കില്ല് കണ്ടോ, ചാടി കയറുക. നമ്മളിതാ പനവേലി സ്റ്റേഷനിലോട്ട് കയറാൻ പോവാം. അപ്പം അതിൻ്റെ പുറത്ത് കണ്ടോ ഇഷ്ടംപോലെ ചെറിയ ചെറിയ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലാതെ കഷ്ടമല്ലേ ഇവരുടെയൊക്കെ ജീവിതം എന്ന് വെച്ചാൽ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വിഷമിക്കുമ്പം ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നൊന്ന് ആലോചിച്ചാൽ മതി. ആ ഭാഗത്താണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഈ കിടക്കുന്നില്ലേ, ഇത്
ഇത് WAG7 ആണ്, അതായത് ഗുഡ്സിൻ്റെ ലോക്കോ ആണ്, 7th ജനറേഷൻ. ഇത് നമ്മളങ്ങനെ കാണാറില്ല പൊതുവേ. WAG 7. ഇവിടെ കുറേ ചരക്ക് വണ്ടി കിടക്കുന്നുണ്ട്. ഒന്നേതായിട്ട് അതിൻ്റെ അപ്പുറം എവിടെയും കിടക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇവിടെ മീൻകറി ഊണ് കിട്ടും. അത് പോയിട്ടേ വാങ്ങിക്കാം. ഇവിടെ ഉണ്ട്, ഞാൻ പുള്ളീനെ കണ്ടു. ഓക്കെ, അപ്പം ഇങ്ങനെ ഭക്ഷണം കിട്ടിയിട്ടോ. ഇനി ഇത് കൊണ്ടുപോയി കഴിക്കാം. നമ്മുടെ നാടൻ മീൻകറി ഊണാ. അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചുട്ടോ. നല്ല ഭക്ഷണമാണ്. ഞാൻ ഇതിലെ വരുമ്പോ ഒക്കെ വാങ്ങിക്കാറുണ്ട്. 100 രൂപയാണ് അതിനവർ ചാർജ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നമുക്ക് പൊരിച്ച മീനൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ 100 രൂപ വരും. അയില കിട്ടും, പൊരിച്ച അയില കിട്ടും. ഞാൻ വാങ്ങിച്ചില്ല. ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കല്യാണമാണ്. കല്യാണം നമ്മളൊരു 1:50 2 മണിയാകുമ്പോൾ കുറച്ച് ലേറ്റാണ് ഇപ്പം. അത് കഴിഞ്ഞാൽ പിന്നെ നാസിക് റോഡാണ്. ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് നാസിക് റോഡ് 4:30, അതായത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ വണ്ടി ഓടുക. പിന്നെ വരുന്നത് നാസിക് റോഡാണ്. നമ്മൾ നേർബഗേശ്വർ, നമ്മൾ എയർപോർട്ടിൽ പോയ വീഡിയോ എൻ്റെ ചാനൽ കണ്ടിന്യൂസ് കണ്ടുപോകണം. അപ്പോൾ അതിന് നമ്മൾ ഇറങ്ങിയത് നാസിക് റോഡായിരുന്നു. ഈ ട്രെയിൻ തന്നെയാണ് പോയത്. അവിടെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു 4:30 ആകുമ്പോൾ എത്തും. അപ്പം തൊട്ട് കാണാൻ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. ഫുൾ പൊടിയാണ് ഞാൻ കാണിച്ചത്. ഏരിയ ഭയങ്കര പൊടിയുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കണ്ടോ, മൊത്തം പൊടിയാണ് ഇവിടെ. നല്ല ചൂടും നല്ല വെയിലാ. നിങ്ങളെ ഈ ഒരു ട്രാക്ക് അല്ലാണ്ട് ആ സൈഡിൽ ലാസ്റ്റ് 2 ട്രാക്ക് കണ്ടോ, അത് ചരക്ക് നീക്കത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ട്രാക്കുകൾ. അത് ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ചരക്ക് നീക്കം നടക്കുന്നുണ്ട്. അതിനു വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ട്രാക്കുകൾ ആ കാണുന്ന കേട്ടോ. ഇവിടെയായിട്ട് ഒരു ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ ചെറിയൊരു ക്ഷേത്രം നോക്കിയ. എന്തായാലും ഞാനെന്നാ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് വൈകുന്നേരം കാണാം. കല്യാണം ഇപ്പം എത്തും. ഒരു 10-15 മിനിറ്റോടെ നമ്മൾ കല്യാണം എത്തും. നമുക്ക് നാസിക് റോഡ് എത്തുന്നതിന് മുന്നേ കാണാം. നമ്മളിപ്പോൾ ഏകദേശം നാസിക് റോഡ് എത്താറായി. ഇവിടെ കുറേ ലോക്കോമോട്ടീവ് അതിൻ്റെ
വർക്ക്ഷോപ്പാന്ന് തോന്നുന്നു. പഴയതാണ് കുറെ. അവിടെയായിട്ട് കുറെ പേര് ഇവിടെ ചാടി ഇറങ്ങി. സമ്മതിക്കണം ഈ ഓടുന്ന ട്രെയിനിൽ ചാടി ഇറങ്ങാൻ. ഇറങ്ങുന്നു. കുറേ പഴയ ടൈപ്പ് ലോക്കോമോട്ടീവ് ആണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണൂല കേട്ടോ. വേബ് 7 അല്ല, വേഗ് 7. അത് ഗുഡ്സിൻ്റെ ലോക്കോമോട്ടീവാണ് ആ കാണുന്നത്. കല്യാൺ ഷെഡിൻ്റെ ഉണ്ടോ? നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ ഇപ്പുറം കിടക്കുന്നുണ്ടോ വേറൊരു വേഗ് 7. എത്രണ്ണ പണ്ടത്തെ ലോക്കോമോട്ടീവാ. 2 ഒന്നിച്ചതാ. ഒക്കെ ഡബിളാണ്. അത് ഗുഡ്സ് ആയതുകൊണ്ടേ നല്ല സ്ട്രെങ്ത്തിൽ വലിക്കാൻ വേണ്ടിയിട്ട് 2 ഇട്ടതാ. ടാങ്കിന്റെ മുകളിൽ കണ്ടോ പെയിന്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ച്. നമ്മളിപ്പോ ഇഗത്പൂരിയാണ്, നാസിക്ക് എത്തിയിട്ടില്ല. ട്രെയിൻ ലേറ്റ് ആണ്. ഇതാ വേറെ ഒരു വേഗ് 7 ഇതാ. നോക്ക് ഇതാ. അല്ലല്ല ഇത് വേഗ് 7 അല്ല കേട്ടോ, സോറി. ഇത് WD, ഇത് ഡീസലാ. സോറി ഇത് ഡീസൽ ലോക്കോമോട്ടീവ് കേട്ടോ. 2 WDG കണ്ടോ, ഡീസൽ. അത് ഇലക്ട്രിക് അല്ല. ഈ കാണുന്നത് കാറൊക്കെ കൊണ്ടുപോകുന്ന ഗുഡ്സാണ്. അവിടെയായിട്ട് ഒരു ICF കിടക്കുന്നുണ്ട്. അതായത് അതിതാ നമ്മുടെ മെമു ഇല്ലേ, മെമു. ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ട്രെയിനിന്. അടുത്താണ് നാസിക്. അപ്പോൾ ട്രെയിൻ ലേറ്റ് ആണ്. ഇപ്പോൾ 4:30 ശരിക്ക് നാസിക് എത്തേണ്ടതാ. ഇതൊക്കെ വൃത്തി നോക്ക്. അയ്യോ, നമ്മുടെ കനോലി കനാലൊക്കെ ഒഴുകുന്നില്ലേ കോഴിക്കോട്, അതുപോലെ വൃത്തിയായിട്ട വെള്ളം. ഈ മെമു ഇല്ലേ, മെമു എന്ന് പറയുന്നത് ഇലക്ട്രിക്കിൽ ഓടുന്നതാ. അപ്പോൾ നല്ല പെട്ടെന്ന് സ്പീഡ് എടുക്കാനും പെട്ടെന്ന് നിർത്താനും പറ്റും. കേരളത്തിൽ കുറവാണ്. കൂടുതലും നമുക്ക് ലോക്കൽ ട്രെയിനുകളായിട്ട് ചെന്നൈയിലൊക്കെ കാണുന്നില്ലേ, അതൊക്കെ ഇതിൻ്റെ ഡെമുവും മെമു ഉണ്ട്. ഡെമു എന്ന് വെച്ചാൽ ഡീസലും, മെമു ഇലക്ട്രിക്കും. ഞാൻ ഇവിടെ നിർത്തി. നമ്മുടെ ട്രെയിൻ ഇതാ കിടക്കുന്ന ഇവിടെ കണ്ടോ, ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറകിൽ വലിയ മലകളുണ്ട്. ട്രെയിൻ എടുത്തു. സംഭവം ഇവിടെ സ്റ്റോപ്പ് ഇല്ല കേട്ടോ ഇതിന്. അതാണ് സത്യം. ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇത് ഇവിടെ അല്ലാണ്ട് നിർത്തിയതാ. അവിടെ ദൂരെയായിട്ട് വലിയൊരു മല കണ്ടോ. ദമ്മഗിരിയിലോട്ട് പോകേണ്ടവരെ ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡാണ്. ഞാനിതാ ഒരു ചായ വാങ്ങിച്ചു. ഇനിയിപ്പം ചായ കുടിക്കട്ടെ. വൈകുന്നേരമായില്ലേ, നമുക്കൊരു ചായ കുടിക്കാം. നമ്മളിത് അവിടെ നാസിക് റോഡ് സ്റ്റേഷൻ എത്തിയിട്ടോ. ട്രെയിൻ ഇപ്പം ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ ലേറ്റാണ്.
ഹരിയർ ഫോർട്ടിലോട്ടും ത്രയംബകേശ്വര ക്ഷേത്രത്തിലോട്ടൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി. അപ്പോൾ ഈ ഒരു ട്രെയിൻ വന്നാൽ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. എന്നിട്ട് ഇവിടുന്ന് സ്റ്റേഷൻ്റെ പുറത്തു നിന്ന് തന്നെ ബസ് കിട്ടും. ഒരു ബസ് എടുത്തിട്ട് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ത്രയംബകേശ്വർ എത്താൻ പറ്റും. പിന്നെ ഹരിയർ ഫോർട്ടിലോട്ട് അവിടുന്ന് ഷെയർ ടാക്സി ഒക്കെ കിട്ടും. ഈ ഒരു സ്റ്റേഷനാണ് ഹരിയർ ഫോർട്ടൊക്കെ പോകേണ്ടവർ ഇറങ്ങേണ്ടത്. അപ്പോൾ ഇനി ഇവിടുന്ന് നാസിക് റോഡ് മുതൽ ഡൽഹി വരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് രണ്ടാമത്തെ വീഡിയോയിലായിട്ട് കാണാം. ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് കൂടി പോകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയുടെ ബാക്കി വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ.